ഫമൻ യഅമൽ ഫാവും വാവും ശ്രദ്ധിക്കണേ. അതോടൊപ്പം ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് എന്ന ആയത്തിൽ ദർറത്തിൻ ഖൈറൻ എന്നുള്ള ദർറത്തിൻ ഖ ഒരു ഇദ്ഹാറുണ്ട്. ഇദ്ഹാർ ചെയ്തുകൊണ്ട് ദർറത്തിൻ ഖൈറൻ എന്നാണ് ഓതേണ്ടത്. എന്നാൽ തൊട്ട് ശേഷമുള്ള ആയത്തിൽ നോക്കൂ, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ, അവിടെ ദർറത്തിന് ശേഷം ഷർറൻ എന്ന ഇഖ്ഫാഇന്റെ അക്ഷരമാകുന്ന ഷീനാണ് വന്നിട്ടുള്ളത്. അവിടെ ഇഖ്ഫാ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. പക്ഷെ പലരും ഓതുന്നത് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഷർറൻ എന്നാണ്. തെറ്റായി ഓതുന്നു. നേരത്തെ ഇദ്ഹാർ ചെയ്തത് കൊണ്ട് ഇവിടെയും ആക്കണമെന്ന ഒരു ആഗ്രഹമോ മറ്റോ അല്ലാഹു അഅലം, നമുക്കറിയില്ല. എന്തോ ഏതായാലും തിരുത്തണം. ഇവിടെ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ് എന്ന് വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ 1 മുതൽ, ഖുർആനിൻ്റെ അവതരണ മാസമായ റമദാൻ 1 മുതൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അല്പം വിശാലമായ ചർച്ചയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഓരോ ജുസ്ഇലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തെറ്റുവരാൻ സാധ്യതയുള്ള ആയത്തുകളുടെ പഠനമാണ് നമ്മൾ നടത്തിയത്. ഇന്ന് അവസാനത്തെ ജുസ് അഥവാ ജുസ് 30 പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറയാനും കേൾക്കാനും നമുക്ക് അവസരം തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്ത ചെറിയ ഖിദ്മയുടെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ അഹ്ലുകാർ എന്നാണ് ഖുർആനിൻ്റെ ആളുകളെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. സാധുക്കളായ നമ്മെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ അഹ്ലുകാർ എന്ന വിശേഷണത്തിൽ ഉൾപ്പെടുത്തി ഈ റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട് അത്തരം ഭാഗ്യവാന്മാരിൽ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ജുസ് 30 എന്ന് പറഞ്ഞാൽ അമ്മ ജുസ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴും ആവശ്യമുണ്ടാകുന്ന സൂറത്താണ്. മറ്റു സൂറത്തുകൾ ആവശ്യമില്ല എന്നല്ല, മറിച്ച് നിസ്കാരത്തിൽ ഓതുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ ചെറിയ സൂറത്തുകളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ജുസ് 30 വളരെ ശ്രദ്ധിച്ച് ഓതണം. ഞാൻ സാധാരണ പറയുന്നത് പോലെ ജുസ് 30 പ്രത്യേകിച്ച് ഏതെങ്കിലും സൂറത്തുകളുടെ 1-2 കെലിമത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഓരോ സൂറത്തും വളരെ വിശദമായിട്ട് തന്നെ പാരായണം ചെയ്ത് ഓരോ ആയത്തും ശ്രദ്ധിച്ചു പഠിക്കണം. അതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയം കണ്ടെത്താം. ഇപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കൂ, ഒന്ന് സൂറത്തുൻ നബ് തന്നെയാണ്. അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ സൂറത്തിൽ പ്രത്യേകം 6-ാമത്തെ ആയത്ത് മുതൽ കുറേ ആയത്തുകൾ, 6-ാമത്തെ ആയത്ത് മുതൽ അവസാനം വരെ അലിഫിലാണ് വഖഫ് ചെയ്യുന്നത്. അലിഫിൽ വഖഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അലിഫിൽ വഖഫ് ചെയ്യുന്ന പക്ഷം ഓർക്കണം, അറിയാതെ ഹാ വരുന്നതും ശ്രദ്ധിക്കണം. ഇരുചുണ്ടുകൾ ഉടൻ പൂട്ടിയാൽ മീമും വരും, വല്ലാതെ നീളുന്നോ അതും ഒഴിവാക്കണം. അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ അസ്വാജാ സുബാതാ ലിബാസാ മഅശാ. വരുന്നു. ഇനി മീമ് വരുന്നത് ശിദാദാം വഹാജാം സജ്ജാജാം വനബാതാം. ഇങ്ങനെ മീമ് വരുന്നു. ഇത് മീമ് കാണുമ്പോഴേ പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. വഹാജാ മാഅൻ സജ്ജാജാ, കൂടുതൽ നീളുന്നു. ഈ 3 പാടില്ല. നോക്കൂ, അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ. ഇങ്ങനെ അലിഫിൽ നിർത്തുക, പ്രത്യേകം ശ്രദ്ധിക്കുക. സൂറത്തു അമ്മ സൂറത്ത് മൊത്തമായി നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. മൊത്തത്തിൽ ഓതി ശരിയാക്കുക എന്നതാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്. സൂറത്തു നാസിആത്തിലേക്ക് നമ്മൾ വരുന്നു. സൂറത്തു നാസിആത്ത്. സൂറത്തു നാസിആത്തിൽ വന്നാസിആത്തി എന്നാണുള്ളത്. വന്നാസിആത്തി ഐനാണ്. എന്നാൽ തൊട്ടിന് വരുന്നത് ഖോ എന്ന ഫതഹുള്ള പുള്ളിയുള്ള ഐനാണ്.
ആ ഗൈന് വെച്ച് ഇവിടെയും വന്നാസിഗാതി ഗർഖ എന്ന് ഗാതി പറയുന്നവരുണ്ട്. വന്നാസിഗാതി അല്ല, വന്നാസിആതി ഗർഖ. ശ്രദ്ധിക്കണം. 17ാമത്തെ ആയത്ത് സൂറത്തുൻ നാസിആത്തിലെ 17ാമത്തെ ആയത്തിന്റെ തുടക്കം ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഇദ്ഹബ് ഇദ്ഹബ് എന്നാണ് ഉള്ളത്. 43 നോക്കൂ. ഫീമ അൻത മിൻ ദിക്റാഹാ. ഫീമ അൻതയാണ്, ഫീമ അൻത എന്നില്ല. പലരും ഫീമ അൻത പറയുന്നുണ്ട്. ഫീമ അൻത, ഫീമ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു ചെറിയ നീളലാണ്. ഫീമ എന്നത് ഫീമ എന്നായി പോയാൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏകവചനം ദ്വിവചനം ഒക്കെ ആയിട്ട് മുഫ്രദ് അതുപോലെ തസ്നിയ ഒക്കെയായി മാറുന്ന ഏകവചനം ദ്വിവചനമായി മാറുന്ന ഇവിടെ മാത്രമല്ല, ചെറിയ ഒരു നീളൽ മുമ്പ് വിശദമായി പറഞ്ഞതാണ്. അത് പലയിടത്തും വരും. ഹദ്ദാദ് നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. ഹദ്ദാദ് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലേ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറഫ വകറമ വമജ്ജദ വഅള്ളമ. ഉണ്ടോ? ശറഫ വകറമ വമജ്ജദ വഅള്ളമ. അതൊക്കെ ചെറിയൊരു നീളലാണ് നീണ്ടത്. ശറഫ, കറമ, മജ്ജദ, അള്ളമ, മ, മ, ഫ. ഒരു ചെറിയ ദീർഘം കൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം മാറി. അപ്പോൾ ശറഫ വകറമ വമജ്ജദ വഅള്ളമ എന്നാണ് വേണ്ടത്. അപ്പോഴല്ലേ അത് കറക്റ്റ് ആവുള്ളൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് അത്ഫ് ചെയ്ത് ശറഫ, കറമ, മജ്ജദ, അള്ളമ. പറഞ്ഞു വന്നത് ഫീമ അൻതയാണ്, ഫീമ അൻതയല്ല എന്ന്. സാന്ദർഭികമായി ഹദ്ദാദിലേക്ക് വന്നതാണ്, ക്ഷമിക്കണം. ഇനി നമുക്ക് സൂറത്തു അബസ വതവല്ല. അബസ വതവല്ല. ഇവിടെ നോക്കൂ. ഈ സൂറത്തിൻ്റെ ആദ്യത്തെ 2-3 ആയത്തുകളിൽ പിന്നെയും അതുപോലെ പല സൂറത്തുകളുടെയും ആയത്തുകളുടെ അവസാനത്തിൽ മദ്ദിൻ്റെ ചിഹ്നം കാണും. ആ മദ്ദിൻ്റെ ചിഹ്നം കൊടുത്തത് തൊട്ടു ശേഷമുള്ള ആയത്തിൽ ഹംസ വരുന്നത് കൊണ്ടാണ്. ചേർത്തി ഓതുമ്പോൾ മദ് വരാൻ വേണ്ടിയാണ്. അല്ലാതെ വഖഫ് ചെയ്യുമ്പോൾ മദ് ഫറഈ കൊടുത്ത് അബസ വതവല്ല എന്ന് കൂടുതൽ നീട്ടാനല്ല. ചേർത്തി ഓതുമ്പോൾ അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ അങ്ങനെ ഓതാനാണ്. ഇനി 3ാമത്തെ ആയത്തിൻ്റെ അവസാനം നോക്കൂ. യസ്സക്ക മതി. ചേർത്തി ഓതുമ്പോഴേ യസ്സക്ക ഔ യസ്സക്കറു. ഇത് ഇങ്ങോട്ട് മാത്രമല്ല എല്ലായിടത്തേക്കും ബാധകമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 37ാമത്തെ ആയത്ത് ലികുല്ലി ഇംറിഇം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹ്. ലികുല്ലി ഇംറിഇം മിൻഹും എന്ന് ഓതണം. സൂറത്തു തക്വീർ നോക്കൂ. ഇദശംസു കുവിറത്. ഈ സൂറത്തിൻ്റെ പല ആയത്തുകളിൽ പല ആയത്തിൻ്റെയും അവസാനത്തിൽ തായിലാണ് നിർത്തുന്നത്. ആ തായിൽ നിർത്തുമ്പോൾ ചെറിയ ഒരു കാറ്റ് നടക്കുക എന്ന വിശേഷണം തായിനുള്ളത് കൊണ്ട് ഒരു കൊടുങ്കാറ്റ് നടക്കാൻ പാടില്ല, വീശിയടിക്കാൻ പാടില്ല. ചിലർക്കൊക്കെ കൊടുങ്കാറ്റ് വരുന്നത് കേട്ടിട്ടുണ്ട്. നോക്കൂ, കൊടുങ്കാറ്റ് വന്നാൽ ഇങ്ങനെയാണ്. ഇദശംസു കുവിറത് വഇദൻ നുജൂമു കദറത്. അത് പാടില്ല. ഇദശംസു കുവിറത് വഇദൻ നുജൂമു കദറത് സുയ്യിറത് ഉത്തിലത് ഹുസിറത് സുജ്ജിറത് സുവ്വിജത്. അത്ര മതി, അല്ലാതെ വേണ്ട. 8ാമത്തെ ആയത്ത് നോക്കൂ. വഇദൽ മൗഊദതു സുഇലത്. വഇദൽ മൗഊദതു, മൗഊദതു പോരാ, മൗഊദതു. വഇദൽ മൗഊദതു സുഇലത്. 10ാമത്തെ ആയത്തിൽ വഇദ സുഹുഫു എന്ന സ്വാദിന്റെയും ഹാഇന്റെയും ഫാഇന്റെയും 3 ദമ്മുകൾ ശ്രദ്ധിക്കണം. നടുവിൽ സുക്കൂനായിട്ട് വഇദ സുഹ്ഫു ആവാൻ പാടില്ല.
വഇദ സ്സുഹുഫു നുശിറത് എന്നാണ് വേണ്ടത്. അതേപോലെ തന്നെയാണ് 22-ലും വമാ സ്വാഹിബുകും ബിമജ്നൂൻ, സ്വാഹിബു എന്ന ബഇന്റെ ദമ്മ്, വമാ സ്വാഹിബുകും ബിമജ്നൂൻ, അല്ലാതെ സ്വാഹിബുക്കും എന്നാവരുത്. അതേ വിഷയം തന്നെ 23-ൽ നോക്കൂ, വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, ബിൽ ഉഫുഖി ഫഇന്റെ ദമ്മ്, ബിൽ ഉഫ്ഖി ആവാൻ പാടില്ല, ഉഫുഖിൽ മുബീൻ. സൂറത്തുൽ മുത്തഫിഫീനിൽ 3-ാമത്തെ ആയത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക, വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ, ഔ വസനൂഹും, ഔ വസനൂഹും എന്നാണ്, അത് ചേർത്തി ഓതുമ്പോൾ ഔ വസനൂഹും യുഖ്സിറൂൻ എന്നുണ്ടാവും. 14-ാമത്തെ ആയത്ത് നോക്കൂ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, കല്ലാ ബൽ റാന, ലാമിന് ശേഷം റാ എന്നാൽ അവിടെ ഇദ്ഗാം ചെയ്യുന്ന നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ സക്കത്തയുള്ളത് കൊണ്ട് നമ്മുടെ റിവായത്തിൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം എന്ന് നിർത്തി സക്കത്ത് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. സക്കത്തയെ നമുക്ക് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. 31-ാമത്തെ ആയത്തിൽ പലരും ഓതുന്നത് ഫാക്കിഹീനാണ്, ഫാക്കിഹീൻ. 31-ൽ സൂറത്തുൽ മുത്തഫിഫീൻ, وَإِذَا انقلبوا إِلَى أَهْلِهِمُ انقلبوا فَكِهِينَ, ഫക്കിഹീൻ എന്നേ ഉള്ളൂ, ഫാക്കിഹത്തൊക്കെ വേറെ. ഇവിടെ ഫക്കിഹീൻ, ഫക്കിഹീൻ എന്ന് ഫക്കിഹീൻ. സൂറത്തുൽ ഇൻശിഖാഖ് വരാം. സൂറത്തുൽ ഇൻശിഖാഖിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ളൊരു വിഷയമുണ്ട്. നോക്കൂ, 14-ാമത്തെ ആയത്താണ് നമ്മുടെ വിഷയം. 14-ാമത്തെ ആയത്തിൻ്റെ മുമ്പുള്ള 2-3 ആയത്തുകൾ നോക്കൂ. ഉദാഹരണത്തിന് 11, ഫസൗഫ യദ്ഉ സുബൂറാ വയസ്ലാ സഈറാ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ ഇന്നഹു ظن അൻ ലൻ യഹൂറാ എന്ന് പറയും ചിലര്. റാ കാരണം എന്താ? മുമ്പുണ്ടായിരുന്ന 2-3 ആയത്തുകളും അങ്ങനെയാണ്. ഇനി ശേഷം വരാൻ പോകുന്ന ബലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസീറാ ആണ്. അപ്പൊ ഇവിടെയും കിടക്കട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വക ഒരു അലിഫ്. അല്ലൻ യഹൂറാ, തെറ്റാണ്, തെറ്റാണ്. ഒരുപാട് ആളുകൾ ഓതുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നഹു ظن അൻ ലൻ യഹൂർ. സൂറത്തുൽ ബുറൂജ് നോക്കൂ, സൂറത്തുൽ ബുറൂജ്. സൂറത്തുൽ ബുറൂജിൽ ഒരു സ്ഥലമാണ് 16-ാമത്തെ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, 15 ദുൽ അർശിൽ മജീദ്, അത് കഴിഞ്ഞ് 16-ലേക്ക് ഫഅാലുൽ ലിമാ യുരീദ്, ഫഅാലുൽ ലിമാ യുരീദ്. ഐനിന് ശദ്ദ് കൊടുക്കുമ്പോഴേക്ക് അത് ഹംസയായി വരാൻ പാടില്ല. ഫഅാലുൽ ലിമാ, ഫഅാല് പറയാൻ പാടില്ല. ഫഅാല്, 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 ഫഅാ പാടില്ല. ദുൽ അർശിൽ മജീദ് ഫഅാലുൽ ലിമാ യുരീദ്, അങ്ങനെ തന്നെ പറയണം. ഇനി നമ്മൾ സൂറത്ത് ത്വാരിഖിലേക്ക് വരികയാണ്. ഇതൊക്കെ പൂർണ്ണമായി നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു. പൂർണ്ണമായി കേട്ട് മനസ്സിലാക്കിയിട്ട് ഒരു ഉസ്താദിന് ഓതി കൊടുത്തിട്ട് വേണം നമ്മളൊക്കെ ഓതി പഠിക്കാൻ. ഓതി പഠിക്കുക തന്നെ വേണം പൂർണ്ണമായിട്ട്. ഞാൻ ഇങ്ങനെ ഒരു ദൗത്യത്തിലാണ് നമ്മൾ എന്നതുകൊണ്ട് ഇപ്പോൾ ആ വിഷയം മാത്രം ടച്ച് ചെയ്ത് സംസാരിക്കുന്നു. ഏതായിരുന്നാലും സൂറത്ത് ത്വാരിഖിലെ 5-ാമത്തെ ആയത്ത് നോക്കൂ. ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ, മിമ്മാ ഖുലിഖില്ല, മിമ്മ ഖുലിഖ. ശ്രദ്ധിക്കണം, നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ അഅല. നേരത്തെ പറഞ്ഞതുപോലെ അലിഫിൽ വഖഫ് ചെയ്യുന്ന പക്ഷം ഓർക്കണം. ആ 4 വരികൾ ഇങ്ങോട്ട് കൂടി ബാധകമാക്കുക. എല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ അലിഫാണ്. ഹാ വരാൻ പാടില്ല, മീം ഉണ്ടാവാൻ പാടില്ല, കൂടുതൽ നീളാൻ പാടില്ല.
അഞ്ചാമത്തെ ആയത്തിൽ ഫജഅലഹു ഗുസാഅൻ അഹ്വ ആണ്. ജഅലഹു ഫജഅലഹു എന്നാണ്. ഫജഅലഹു ആവാൻ പാടില്ല, ജീമിന് സുക്കൂനാവാൻ പാടില്ല. അതോടൊപ്പം ചില ആളുകളൊക്കെ അവിടെ ആ ഹു എന്നതിനെ നീട്ടാതെ ഫജഅലഹു ഗുസാഅൻ അഹ്വ എന്ന് ഓതുന്നുണ്ട്. ഫജഅലഹു ഗുസാഅൻ പോരാ, ഹ ഉദ്ദമീറിന് മുമ്പും ശേഷവും ഹർക്കത്താണ്. ഫജഅലഹു ഗുസാഅൻ എന്ന ഹു അല്പം നീളണം. 19, 18 ഈ രണ്ടായത്തുകളിൽ 18, 19 ആയത്തുകളിൽ സുഹുഫ് എന്ന കലിമത്തുണ്ട്. രണ്ടിലെയും ഹാഇന്റെ ളമ്മ് ശ്രദ്ധിക്കണം, സുക്കൂനാവാൻ പാടില്ല. ഇന്ന ഹാദാ ലഫി സ്സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. സുഹ്ഫി ആവാൻ പാടില്ല. സൂറത്തുൽ ഗാശിയ 17-ാമത്തെ ആയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. അഫലാ യൻദുറൂന ഇലൽ ഇബിലി, ബാഇന് കസ്റാണ്, ഇബ്ല് എന്ന ബാഇന് സുക്കൂനല്ല. അഫലാ യൻദുറൂന ഇലൽ ഇബിലി, ഇബിലി ബി വേണം, ഇബ്ലി എന്നാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ആയത്തുകളും ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫജ്ർ ആണ് അടുത്തത് നമ്മൾ ഓതുന്നത്. സൂറത്തുൽ ഫജ്റിലെ 1, 2, 3, 4 ആയത്തുകളുടെ അവസാനത്തിൽ തഫ്ഖീമാണ്. 5-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ തർഖീഖാണ്, ശ്രദ്ധിക്കണം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ അങ്ങനെ വന്ന് തഫ്ഖീം ചെയ്ത് ലിദി ഹിജ്ർ എന്ന റാഇനെ തർഖീഖ് ചെയ്തുകൊണ്ടുകൂടെ ആണ് ഓതേണ്ടത്. 15, 16 ആയത്തുകൾ നോക്കൂ. ആയത്തിന്റെ അവസാനവും ശ്രദ്ധിക്കണം, ഇടയിലും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളുണ്ട്. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. നഅമഹു എന്ന് പറഞ്ഞിട്ട് റബ്ബി അക്രമൻ മൻ. وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. ശ്രദ്ധിക്കണം, അങ്ങനെ തന്നെ ഓതണം. ഇനി 23-ാമത്തെ ആയത്ത് നോക്കൂ. തുടക്കം വജീഅ യൗമഇദിൻ എന്നാണ്. ജീഅ നേരത്തെ കഴിഞ്ഞ ദിവസം ഈ ജീഅ എന്ന കലിമത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ജീഅ എന്നാണ് വായിക്കേണ്ടത്. 28-ാമത്തെ ആയത്തിന്റെ തുടക്കം നമുക്ക് പരിചയമുണ്ട്. ഇർജിഇ ഇലാ റബ്ബികി. ഇർജിഇ എന്ന് റാഇനെ തഫ്ഖീം ചെയ്തുകൊണ്ട് ഹംസക്ക് കസ്ർ കൊടുത്തുകൊണ്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ ഇർജിഇ ഇലാ റബ്ബികി. ചേർത്തി ഓതുമ്പോൾ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബിക് എന്ന് ഓതുക. ഇനി നമ്മൾ സൂറത്തുൽ ലൈലിലേക്കാണ് വരുന്നത്. സൂറത്തുൽ ലൈൽ വല്ലൈലി ഇദാ യഗ്ശ. ഈ സൂറത്തിൽ 7ഉം 10ഉം ആയത്തുകൾ ശ്രദ്ധിക്കുക. ഒന്ന് യുസ്റയാണ്, മറ്റൊന്ന് ഉസ്റയാണ്. യുസ്റയും ഉസ്റയും മാറിപ്പോവരുത്. ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. 10ലുള്ളത് ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ എന്നാണ്. ഉസ്റയും യുസ്റയും മാറരുത്. സൂറത്തുൽ ദുഹ. സൂറത്തുൽ ദുഹയുടെ 6-ാമത്തെ ആയത്ത് നോക്കൂ. അലം യജിദ്ക. അലം യജിദ്ക. അലം യജിദിക എന്ന ദാലിന് സുക്കൂനാണ്, കസ്ർ വരാൻ പാടില്ല, സുക്കൂന് വന്ന് അലം യജിദ്ക യതീമൻ ഫആവ എന്നാണ്. അതോടൊപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ മാത്രമല്ല ഇവിടെയും വാവും ഫാവും തമ്മിൽ ശ്രദ്ധാപൂർവമായി വാവുള്ളിടത്ത് വാ തന്നെ, ഫായുള്ളിടത്ത് ഫാ തന്നെ പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് സൂറത്തുൽ ദുഹയിൽ നോക്കൂ.
ഫഅമ്മൽ യതീമ യതീമ ഫലാ തഖ്ഹർ, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ എന്നും വഅമ്മ സായില ഫലാ തൻഹർ എന്നുമാണ്. വഅമ്മാ ബിനിഅമതി റബ്ബികയാണ്. ഇവിടെയൊക്കെ വ വ ഫ ഫ തന്നെയാവണം. എന്തോ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ ഫഅമ്മ സായില ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഇങ്ങനെയൊന്നും തെറ്റായി ഓതാൻ പാടില്ല. ശ്രദ്ധിച്ചുകൊണ്ട് വാവ് വാവാവണം, ഫ ഫായാവണം. ഓക്കെ. സൂറത്തുത്തീൻ, സൂറത്തുത്തീൻ ആണ് ഇനി. പൂർണ്ണമായി ഓതാൻ സമയം അനുവദിക്കുന്നില്ല. എന്നാലും നോക്കൂ, 4-ാമത്തെ ആയത്തിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ചിലരൊക്കെ കുട്ടികൾ പ്രത്യേകിച്ച് ഫീ അഹ്സനി തഖ്വീം എന്ന് അതിന് ശ്രദ്ധ കൊടുക്കാറുണ്ട്. മാറ്റണം, ഫീ അഹ്സനി തഖ്വീം. അതുപോലെ തന്നെ അസ്ഫല സാഫിലീൻ അല്ല, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അസ്ഫല സാഫിലീൻ എന്ന് വേണം. ഇനി 6-ാമത്തെ ആയത്തിൽ നോക്കൂ, എല്ലായിടത്തേക്കും ബാധകമാവുന്ന ഒരു വിഷയം പറയുന്നു. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി, വഅമിലുസ് സാലിഹാത്തി എന്ന ഐനിന്റെ ഫത്ഹ് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് അംറു ഫിഅലായി ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി, വഅമിലു ആകും. വഅമിലു ആകുമ്പോൾ അർത്ഥം മാറും. വഅമിലു എന്ന ഐനിന്റെ ഫത്ഹ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഓതുന്നത് സൂറത്തുൽ അലഖ് ആണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ആ ജബലുൻ നൂറിലെ ഹിറായിൽ വെച്ച് ആദ്യമായി അവതരിപ്പിച്ചു കൊടുത്ത ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ ബിസ്മി, ഇഖ്റ എന്നാണ് വായിക്കുക. അത് പരിചയമുള്ള സൂറത്തായതുകൊണ്ട് ആരും അഖ്റ വായിക്കില്ല. എന്നാലും ഹംസത്തുൽ വസ്ലുള്ളത് കൊണ്ട് പറഞ്ഞു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതുപോലെ തന്നെയാണ് 3-ലും ഇഖ്റ വറബ്ബുകൽ അക്രം എന്നാണ് ഉള്ളത്. ഇഖ്റ വറബ്ബുകൽ അക്രം. ഇനി ഈ സൂറത്തിൽ സാധാരണ കണ്ടുവരുന്ന 2 മിസ്റ്റേക്കുകൾ കൂടി, പാരായണം ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകൾ കൂടി നോക്കൂ. ഇതിലെ 15-ാമത്തെ ആയത്ത് കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. ഇവിടെ ലഇല്ലം യൻതഹി എന്ന ഹ ളമീറിന്റെ ഹ അല്ലാത്തത് കൊണ്ട് അത് നീളാൻ പാടില്ല. കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ എന്നാവാൻ പാടില്ല. ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ എന്നേ പറയാൻ പറ്റുള്ളൂ. ലനസ്ഫഅൻ എന്ന കലിമത്തൊക്കെ അറബി നഹ്വും ഗ്രാമറും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ലനസ്ഫഅൻ എന്ന കലിമത്തിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. 2-ാമത്തെ വിഷയം കല്ലാ ലാ തുതിഉഹു വസ്ജുദ്. കണ്ടോ, 19-ാമത്തെ ആയത്തിൽ അവസാന ആയത്തിൽ തിലാവത്തിന്റെ സുജൂദുള്ള ഈ ആയത്തിൽ കല്ലാ ലാ തുതിഉഹു എന്ന ഹു നീളും പാടില്ല. കാരണം ഐനിന് സുക്കൂനാണ്. കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്, കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ് എന്നാണ് ഓതേണ്ടത്. സൂറത്തുൽ ബയ്യിന നോക്കാം. അതിലെ 5-ാമത്തെ ആയത്ത്. 5-ാമത്തെ ആയത്തിൽ സാധാരണ ആളുകൾ തെറ്റായി വഖഫ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതൊന്ന് തിരുത്തുകയാണ്. പലരും ഓതുന്നത് ഞാൻ ആദ്യം പറയാം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത എന്നാണ് പറയാ. ലഹുദ്ദീൻ എന്ന് പറഞ്ഞു നിർത്തും. എന്നിട്ട് ഹുനഫാഅ എന്ന് തുടങ്ങും. അതിനേക്കാൾ നല്ലതും വേണ്ടതും വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ. നിർത്തുകയാണെങ്കിൽ അവിടെ നിർത്തുകയാണ് വേണ്ടത്. കഴിയുമെങ്കിൽ വയുഅ്തു സക്കാഹ് വരെ എത്തണം. എത്തില്ലെങ്കിൽ നിർത്തുകയാണെങ്കിൽ ഇവിടെ ലഹുദ്ദീന ഹുനഫാഅ എന്ന് പറഞ്ഞാണ് നിർത്തേണ്ടത്. സൂറത്തു സൽസല ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. ഈ സൂറത്തിൽ സാധാരണ കണ്ടുവരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവസാനത്തെ 2 ആയത്തുകൾ നോക്കൂ. ഫമൻ യഅമൽ, ഫാവും വാവും ശ്രദ്ധിക്കണേ. അതോടൊപ്പം
فمن يعمل مثقال ذرة خيرا يره എന്ന ആയത്തിൽ ദർറത്തിൻ ഖൈറൻ എന്നുള്ള ദർറത്തിൻ ഖ ഒരു ഇൽഹാറുണ്ട്. ഇൽഹാർ ചെയ്തുകൊണ്ട് ദർറത്തിൻ ഖൈറൻ എന്നാണ് ഓതേണ്ടത്. എന്നാൽ തൊട്ട് ശേഷമുള്ള ആയത്തിൽ നോക്കൂ, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ, അവിടെ ദർറത്തിന് ശേഷം ഷർറൻ എന്ന ഇഖ്ഫാന്റെ അക്ഷരമാകുന്ന ഷീനാണ് വന്നിട്ടുള്ളത്. അവിടെ ഇഖ്ഫാ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. പക്ഷെ പലരും ഓതുന്നത് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഷർറൻ എന്നാണ്. തെറ്റായി ഓതുന്നു. നേരത്തെ ഇൽഹാർ ചെയ്തത് കൊണ്ട് ഇവിടെയും ആക്കണമെന്ന ഒരു ആഗ്രഹമോ മറ്റോ അല്ലാഹു അഅലം, നമുക്കറിയില്ല. എന്തോ ഏതായാലും തിരുത്തണം. ഇവിടെ ومن يعمل مثقال ذرة شرا يره. സൂറത്തുൽ ഖാരിഅ, സൂറത്തുൽ ഖാരിഅ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാ ഉസ്സക്കത്തയെ സംബന്ധിച്ച്. നമുക്ക് ഈ ആയത്ത് തീരുന്നു എന്ന അടിസ്ഥാനത്തിൽ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ അങ്ങനെയാണ് ഓതേണ്ടത്. അവിടെ നിർത്താം, അതാണ് നല്ലത്. അൽ ഖാരിഅ മൽ ഖാരിഅ അവിടെയൊക്കെ നിർത്തിയപ്പോൾ ആയത്തിൻ്റെ അവസാനത്തിൽ നാം എന്തു ചെയ്തു? താ ആണെങ്കിലും ഹാഇന് സുക്കൂൻ കൊടുത്തിട്ടാണല്ലോ വഖഫ് ചെയ്തത്. ചേർത്തി ഓതുമ്പോൾ അൽ ഖാരിഅതു മൽ ഖാരിഅതു വമാ അദ്റാക ഓക്കെ വഖഫ് ചെയ്തു. അതേപോലെ തന്നെയാണ് ഇവിടെയും വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ഇങ്ങനെ പറയാൻ കാരണം ചിലരൊക്കെ ഇവിടെ വമാ അദ്റാക മാ ഹിയ നാറുൻ എന്ന് പറയുന്നു. മാ ഹിയ നാറുൻ തെറ്റാണ്, തിരുത്തണം. ഇനി നമുക്ക് നേരെ സൂറത്ത് ഖുറൈശിലേക്ക് വരാം. സൂറത്ത് ഖുറൈശ് ലിഈലാഫി ഖുറൈശ്. ഈ സൂറത്തിൽ സാധാരണ കണ്ടുവരുന്നൊരു മിസ്റ്റേക്ക് ആളുകളിൽ നിന്ന് ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ എന്ന് അശ്ശിതാഇ എന്ന താക്ക് പകരം തോ കൊണ്ടുവരും. തെറ്റാണേ, തായാണേ. ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ. ശിതാ സൈഫ് അത് രണ്ടും കാലങ്ങളാണ്, ശിതാ അല്ല. ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ് എന്ന് വേണം. സൂറത്തുൽ മാഊൻ, സൂറത്തുൽ മാഊനിൽ നോക്കൂ, ഫദാലികല്ലദീ യദുഉൽ യതീം. ഫദാലികല്ലദീ യദുഉ എന്ന കലിമത്ത് അവിടെ രണ്ട് പ്രശ്നങ്ങളാണ്. രണ്ടും സമമാണ്, തെറ്റാണ്. ഒന്ന് യദഉ എന്നല്ല, ഫദാലികല്ലദീ യദഉ എന്നല്ല. മറ്റൊന്ന് യദഉ എന്ന് ഹംസക്ക് ഷദ്ദ് കൊടുത്തിട്ട് ഇല്ലാത്തൊരക്ഷരം, അതും പാടില്ല. ഫദാലികല്ലദീ യദഉൽ യതീം എന്ന ഐനിന് ഷദ്ദ് കൊടുത്തിട്ട് തന്നെ ഉച്ചരിക്കണം. സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സാദ് ശ്രദ്ധിക്കണം. നസ്ർ അല്ല, സീൻ അല്ല, അർത്ഥം മാറും. അതോടൊപ്പം വൽ ഫത്ഹ് എന്ന ഫത്ഹ് എന്ന കലിമത്തിന്റെ താഇന് സുക്കൂന് ശ്രദ്ധിക്കണം. വൽ ഫത്ഹ് ചിലരൊക്കെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, ഫതഹ് എന്ന് ഫത്ഹിന് ഫതഹ് കൊടുത്തിട്ട് എന്താ ചെയ്യാ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നാണ് പറയേണ്ടത്. ഫത്ഹ് ശ്രദ്ധിക്കണം. ഈ സൂറത്തിന്റെ തന്നെ മൂന്നാമത്തെ ആയത്തിൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹ് നിർത്തുമ്പോൾ ഇന്നഹു കാന തവ്വാബ. ചേർത്തി ഓതുമ്പോഴോ വസ്തഗ്ഫിർഹു ഇന്നഹു ആണ്. വസ്തഗ്ഫിർഹു ഇന്നഹു, ഹു ഇന്നഹു പാടില്ല, ഒരു ഹു നീളം, അത് ഇന്നഹു എന്നതാണ്. സൂറത്തുൽ മസദ്, സൂറത്തുൽ മസദ് നോക്കൂ, തബ്ബത് എന്ന് തുടങ്ങുന്ന സൂറത്തിൽ വംറഅതുഹു എന്ന നാലാമത്തെ ആയത്തിൽ വംറഅതു എന്ന താഇന്റെ ലമ്മ ശ്രദ്ധിക്കണം. പലരും വംറഅതുഹു അത്ത്, വംറഅത്ത് എന്ന വംറഅത്ത് എന്ന താഇന് സുക്കൂൻ കൊടുത്താണ് ഓതാറുള്ളത്. അത് ശ്രദ്ധിച്ച് വംറഅതുഹു
എന്നാണ് ഓതേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് പലപ്പോഴും നമ്മൾ ഒരുപാട് തവണ, ചിലപ്പോൾ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്നത് ഈ സൂറത്തായിരിക്കും. അതുകൊണ്ട് ഇത് 4 ആയത്തുകൾ അങ്ങനെ തന്നെ ഓതുകയാണ് വേണ്ടത്. ചേർത്തി ഓതാൻ വിരോധമൊന്നുമില്ല. ഓതുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു എന്ന് പറയാം. അഹദുനില്ലാഹുസ് സ്വമദ്. ശ്രദ്ധിക്കണം, നിർത്തി ഓതലാണ് നല്ലത്. ചേർത്തുമ്പോൾ അഹദുനില്ലാഹ് എന്ന്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുഫുവൻ അഹദ്, നഹദ് അല്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العظيم. അള്ളാഹു ജല്ല ജലാലുഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ ആദ്യം മുതൽ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് 114-ാമത്തെ സൂറത്താകുന്ന സൂറത്തുൻ നാസ് വരെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കലിമത്തുകളിൽ നിന്ന് അല്പം നമ്മൾ പറഞ്ഞു. അള്ളാഹു എല്ലാം ഖബൂലാക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഖത്മ് ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കാനുള്ളത് സൂറത്തുൽ ദുഹ തൊട്ട് അവസാനം സൂറത്തുൻ നാസ് വരെ ഓരോ സൂറത്തിന്റെയും അവസാനത്തിൽ അല്ലാഹു അക്ബർ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇങ്ങനെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അതോടൊപ്പം ഖത്മ് പൂർത്തിയാകുമ്പോൾ സൂറത്തുൻ നാസ് ഓതി തീർത്ത് മിനൽ ജിന്നതി വന്നാസ് എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ ഓതണം. അതിനുശേഷം അൽ ബഖറ സൂറത്തിൽ നിന്ന് 5 ആയത്തുകൾ കൂടി ഓതി നിർത്തിയിട്ടാണ് ഖത്മിന്റെ ദുആ നടത്തേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കലിമത്തുകളൊക്കെ നോക്കി പഠിച്ചു മനസ്സിലാക്കി പല ആളുകളും ഇത് എഴുതി വെച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മീസാനിൽ ഏറ്റവും ഭാരം കൂടുന്ന ഇബാദത്തായി എഴുതി വെച്ചതും കേൾക്കുന്നതും പറയുന്നതും എല്ലാം അള്ളാഹു ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പറയുന്നത് പോലെ ചില സൂചനകളാണ്, ചില ആയത്തുകളിലെ ഓർമ്മപ്പെടുത്തലുകളാണ് നടത്തിയിട്ടുള്ളത്. ഇത് പൂർണ്ണമല്ല. ഇനിയും ഒരുപാട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിലുണ്ടാവണം എന്ന് ആദ്യം എന്നോടും രണ്ടാമത് നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചെയ്ത ഈ ഉദ്യമം, ഈ കർമ്മം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വലിയ ഇബാദത്തായി ഈ പുണ്യമായ റമദാനിൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.